ഹായ് ഓൾ, റാങ്ക് മേക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഈ ഒരു സമയത്തെ വൺ ഓഫ് ദ ഹോട്ട് ടോപ്പിക്കുകളിലൊന്നായ ആരവല്ലി റേഞ്ചിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് മൗണ്ടെയിൻ റേഞ്ചുകളിലൊന്നാണ് ആരവല്ലി റേഞ്ച്. ഏകദേശം 2.5 ബില്യൺ മുതൽ 3.2 ബില്യൺ വരെ പ്രായം കണക്കാക്കപ്പെടുന്നുണ്ട്. ഒരു ഫോൾ മൗണ്ടെയിൻ ആയിട്ടാണ് ഇത് രൂപം കൊണ്ടതെങ്കിലും പിന്നീട് ഇറോഷൻ സംഭവിച്ചതിന്റെ ഭാഗമായി ഒരു റെസിഡുവൽ മൗണ്ടെയിനായി മാറുകയായിരുന്നു. ഏകദേശം 800 കിലോമീറ്റർ ആണ് ആരവല്ലി റേഞ്ചിന്റെ ലെങ്ത്. സൗത്ത് വെസ്റ്റ് മുതൽ നോർത്ത് ഈസ്റ്റ് വരെയാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. പ്രീകാംബ്രിയൻ എറയിലാണ് ആരവല്ലി റേഞ്ച് രൂപം കൊണ്ടതായി കണക്കാക്കപ്പെടുന്നത്. ആരവല്ലി റേഞ്ച് ഡൽഹി റിഡ്ജ് മുതൽ ഗുജറാത്തിലെ പാലൻപൂർ വരെയാണ് കാണപ്പെടുന്നത്. ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ പ്രദേശത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ആരവല്ലി റേഞ്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിലെ ഹൈയസ്റ്റ് പീക്കിനെ കുറിച്ചാണ്. അത് രാജസ്ഥാനിലെ ഒരേ ഒരു ഹിൽ സ്റ്റേഷനായി അറിയപ്പെടുന്ന മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന ഗുരുശിഖറാണ്. ഏകദേശം 1722 മീറ്റർ ആണ് ഗുരുശിഖറിന്റെ ഉയരം. ഇവിടെയുള്ള നദികൾ കൂടുതലും ചെറുതും സീസണലുമാണ്. ലൂണി, സബർമതി, ബനാസ് എന്നിവയാണ് ആരവല്ലി റേഞ്ചിലെ പ്രധാനപ്പെട്ട നദികൾ. ഈ ഒരു മാപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, രാജസ്ഥാനിലെ താർ മരുഭൂമിക്ക് ഒരു ബാരിയർ ആയാണ് ആരവല്ലി റേഞ്ച് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈസ്റ്റേൺ സൈഡിലേക്കുള്ള ഡെസേർട്ടിഫിക്കേഷൻ തടയുന്നതിന് ആരവല്ലി റേഞ്ച് സഹായകമാവുന്നുണ്ട്. ഇവിടെ പ്രധാനമായും കണ്ടുവരുന്നത് കോപ്പറും സിങ്കും ലെഡും അതുപോലെ താജ്മഹലിന്റെ നിർമ്മാണത്തിനൊക്കെ ഉപയോഗിച്ച ലോക പ്രശസ്തമായ രാജസ്ഥാനിലെ മക്രാന മാർബിൾസുമാണ്. ഈ അടുത്തിടെ സംരക്ഷിത വനമേഖലയിൽ പരിഗണിക്കപ്പെടുന്ന ആരവല്ലി കുന്നുകളുടെ നിർവചനം മാറ്റിയത് വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ഭൂനിരപ്പിൽ നിന്നും കുറഞ്ഞത് 100 മീറ്റർ ഉയരമുള്ള ഭൂപ്രകൃതികളെ മാത്രമേ ഇനി കുന്നായി കണക്കാക്കൂ. അതുപോലെ 100 മീറ്ററിലധികം ഉയരമുള്ള 2 കുന്നുകൾ തമ്മിലുള്ള അകലം 500 മീറ്ററിൽ താഴെയാണെങ്കിൽ മാത്രമേ അവ പർവ്വതമായി കണക്കാക്കൂ എന്നിങ്ങനെയായിരുന്നു സെന്റേഴ്സ് പാനൽ നൽകിയ പുതിയ ഡെഫിനിഷൻ. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നൽകിയ പുതിയ നിർവചനത്തിന് സുപ്രീം കോടതിയും അംഗീകാരം നൽകിയതോടെ ആരവല്ലി റേഞ്ചിലെ മൊത്തം 12,081 കുന്നുകളിൽ 1048 എണ്ണം മാത്രം 100 മീറ്റർ ക്രൈറ്റീരിയയ്ക്കുള്ളിൽ വരുന്നതുകൊണ്ട് ഏതാണ്ട് 90% സംരക്ഷണ പരിധിയിൽ നിന്നും പുറത്തായി.